സകല സീമകളും ലംഘിച്ച് ഗസയിൽ വീണ്ടും നരനായാട്ട് തുടരുകയാണ് ഇസ്രായേൽ. ഗസയിലുടനീളം ബോംബും മിസൈലും വർഷിക്കുകയാണ് യുദ്ധവിമാനങ്ങൾ. രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ പുരോഗമിക്കുന്നതിനിടെയാണ് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിയുള്ള ആക്രമണങ്ങൾ. ദക്ഷിണ ഗസയിലെ ഖാൻ യൂനിസും റഫായും വടക്കൻ ഗസയിലെ ഗസ സിറ്റിയും സെൻട്രൽ ഗസയിലെ ദൈറുൽ ബലാഹും ഉൾപ്പെടെ അഭയം തേടാൻ ഒരിടവും നൽകാതെയാണ് ഇടതടവില്ലാതെ മിസൈൽ വർഷം നടക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് മരണസംഖ്യ 500 അടുക്കുകയാണ്. അതിലേറെയും കുട്ടികളും സ്ത്രീകളും. 100 കണക്കിന് പേർക്ക് ഗുരുതരമായും അല്ലാതെയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇസ്രായേലി കൊടും ക്രൂരതയ്ക്ക് തുടക്കമിട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ വൻ വിമർശനം ഉയരുന്നതിനിടെ ആക്രമണത്തെ ന്യായീകരിച്ചും ഇസ്രായേൽ വൃത്തങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നിർദ്ദേശങ്ങൾക്ക് ഹമാസ് വഴങ്ങിയില്ല എന്നാണ് അപ്രതീക്ഷിതമായ ആക്രമണത്തിന് കാരണമായി അവർ വിശദീകരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുമതി തേടിയ ശേഷമാണ് ആക്രമണം ആരംഭിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചിരുന്നു. അതേസമയം വെടിനിർത്തൽ കരാർ അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ആക്രമണമെന്നാണ് ഹമാസ് പ്രതികരിക്കുന്നത്. ബന്ദികളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നതെന്നും ഹമാസ് വാർത്താക്കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. രണ്ടാം ഘട്ട വെടിനിർത്തലോ ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റമോ ഒന്നുമില്ലാതെ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കണമെന്നാണ് മധ്യസ്ഥ ചർച്ചയിൽ ഇസ്രായേൽ ആവശ്യപ്പെട്ടതെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനും മധ്യസ്ഥ ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നയാളുമായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ കൂടി പിന്തുണയോടെയായിരുന്നു ഇസ്രായേലിന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം ഹമാസ് സമ്പൂർണ്ണമായി തള്ളിക്കളയുകയായിരുന്നു. അതിനു പിന്നാലെ ഗസയിലേക്കുള്ള വൈദ്യുതി ബന്ധം ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു. അതിനെതിരെ ഇസ്രായേൽ ബന്ദികളുടെ കുടുംബങ്ങളും കൂട്ടായ്മകളും രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഒരു നടപടിയും സ്വീകരിക്കരുത് എന്നായിരുന്നു അവർ ആവശ്യപ്പെട്ടത്. എന്നാൽ ബന്ദി സമ്മർദ്ദങ്ങളെ എല്ലാം അവഗണിച്ചാണ് ഇസ്രായേൽ ഗസയിൽ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആക്രമണങ്ങൾ വിലയിരുത്താനായി നെതന്യാഹു അടിയന്തര സുരക്ഷാ യോഗം ചേർന്നിരുന്നു. നെതന്യാഹു പുറത്താക്കണമെന്ന് പ്രഖ്യാപിച്ച ഇന്റലിജൻസ് വിഭാഗമായ ഷിൻബത്തിന്റെ തലവൻ റോണൻ ബാറിന്റെ അഭാവം കൊണ്ടും ഈ കൂടിക്കാഴ്ച ശ്രദ്ധേയമായിരുന്നു. ആക്രമണം ഇനിയും തുടരുമെന്നാണ് IDF വ്യക്തമാക്കുന്നത്. ഗസയിൽ പ്രത്യേക മേഖലകൾ തിരിച്ച് ആളുകളോട് അവിടെ നിന്ന് ഒഴിയാനും നിർദ്ദേശമുണ്ട്. ആക്രമണം കടുപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് കരുതപ്പെടുന്നത്. എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടു നൽകിയില്ലെങ്കിൽ ആക്രമണം ശക്തമാക്കുമെന്ന് ഇസ്രായേൽ കാറ്റ്സും മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേൽ നരഹത്യയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഗസ ആക്രമണം ഞെട്ടിക്കുന്നതാണെന്നും അടിയന്തരമായി വെടിനിർത്തലിലേക്ക് പോകണമെന്നും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ചൈന, ബ്രിട്ടൻ, സ്പെയിൻ, സ്വിറ്റ്സർലൻഡ്, അയർലൻഡ്, ബെൽജിയം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും കൂട്ടായ്മകളും ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. വെടിനിർത്തൽ കരാറിന്റെ പച്ചയായ ലംഘനമാണ് നടക്കുന്നതെന്നാണ് മധ്യസ്ഥ രാജ്യമായ ഈജിപ്ത് പ്രതികരിച്ചത്. പശ്ചിമേഷ്യയുടെ സുസ്ഥിരതയെ തന്നെ അപകടപ്പെടുത്തുന്ന നീക്കമാണിത്. മേഖലയിൽ വീണ്ടും സംഘർഷാവസ്ഥ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടെ ഇസ്രായേൽ പുനരാരംഭിച്ച ആക്രമണത്തെ സമ്പൂർണ്ണമായി തള്ളിക്കളയുന്നതായും ഈജിപ്ത് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. വംശഹത്യയുടെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് ഇറാന്റെ വിമർശനം. അമേരിക്കയുടെ പച്ചക്കൊടിയോടെ ഗസയിലേക്കുള്ള ഭക്ഷണവും മരുന്നും ഉപരോധിച്ച ശേഷമാണ് ഈ ആക്രമണം നടക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പച്ചയായ ലംഘനമാണിത്. ആഗോള സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇത് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇതിന്റെ ഉത്തരവാദിത്തം അമേരിക്ക ഏറ്റെടുക്കേണ്ടി വരുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. 59 ബന്ദികളാണ് ഹമാസിന്റെ പിടിയിൽ ഇപ്പോഴും ഗസയിൽ കഴിയുന്നത്. അതിൽ 35 പേർ മരിച്ചുവെന്നും ബാക്കി 22 പേർ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നുമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കണക്കുകൂട്ടുന്നത്. 2 പേരുടെ സ്ഥിതി എന്താണെന്ന് ആർക്കും ഒരു ഊഹവുമില്ല. 42 ദിവസം നീണ്ട ആദ്യഘട്ട വെടിനിർത്തൽ കരാർ കാലാവധി മാർച്ച് 2-ന് അവസാനിച്ചിരുന്നു. രണ്ടാം ഘട്ട കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഇസ്രായേലിന്റെ നടപടികൾ. നേരത്തെ ആദ്യഘട്ട കരാർ ലംഘിച്ച് ഗസയിലേക്കുള്ള മാനുഷിക സഹായങ്ങൾ മുഴുവൻ ഇസ്രായേൽ അതിർത്തികളിൽ തടഞ്ഞിരുന്നു.